ഇത് നടുക്ക് വെള്ളമാണ്, ഹീറ്റർ കൊടുത്ത് ഈ ജലം ചൂടാക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ തേനീച്ചകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 4 വർഷം മാത്രം ജീവിക്കാനാവുന്ന പറയുന്നത്. ഒരു ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ റാണി ഈച്ചയ്ക്ക് മാത്രമേ മുട്ടയിടാനുള്ള ഒരു കഴിവുള്ളൂ. 1000 മുട്ടയാണ് റാണി ഡെയിലി ഇടുന്നത്. റോയൽ ജെല്ലി യൂസ് ആക്കുന്നത് അധികവും സെലിബ്രിറ്റീസും അറബികളും ഒക്കെയാണ്. പിന്നെ വർക്കർ ബി ആയിക്കോട്ടെ ഡ്രോൺ ബി ആയിക്കോട്ടെ ഇവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് 3 മാസമായിരിക്കും. പക്ഷെ റാണി ജീവിക്കുന്നത് 3 വർഷമാണ്. നമ്മൾ ഹണി ഹണ്ടിങ്ങിന് പോകുന്ന ഫാമേഴ്സ് ധരിക്കുന്ന ഒരു സ്യൂട്ടാണിത്. 24 ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് വയനാട് വൈത്തിരിയിലുള്ള ഒരു ഹണി മ്യൂസിയത്തിലാണ്. വയനാട് ഹണി മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഈ ഹണി മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കോഴിക്കോട് ബത്തേരി മാനന്തവാടി റൂട്ടിലെ ഹൈവേയിൽ തന്നെയാണ് ഇവരുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടുന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു അതിമനോഹരമായ ഒരു കവാടം കാണാം. വയനാട് ഹണി മ്യൂസിയം എന്നൊരു ബോർഡ് ഒക്കെ വെച്ചിട്ട് നമുക്കവിടെ നല്ലൊരു കവാടം കാണാം. നേരെ അവിടുന്ന് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്കറ്റ് കൗണ്ടറും അവിടെ തന്നെ ഹണി കോളയും ഹണിയുടെ ഉൽപ്പന്നങ്ങളായ പല പാനീയങ്ങളും കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഷോപ്പും കാണാം. നമ്മൾ അവിടുന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വിശാലമായ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ അവിടുന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കളിസ്ഥലങ്ങളും കളിക്കോപ്പുകളും അവിടെ കാണാം. വലിയവർക്കും അവിടെ സമയം ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കളിസ്ഥലമാണ് അവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തേനീച്ചക്കൂടുകൾ, തേനീച്ചപ്പെട്ടികൾ നിരനിരയായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു വിശിഷ്ട പാനീയമാണ് തേന്, ഇഞ്ചിനീര്, നാരങ്ങാനീര്, ഏലയ്ക്ക, പുതിന എന്നിവ ചേർത്തുണ്ടാക്കിയ വിശിഷ്ടമായൊരു പാനീയം. ഹണി കോള എന്നാണ് ഇതിന് പറയുന്നത്. ദാഹവും മാറ്റാൻ, ക്ഷീണം മാറ്റാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഇവിടെ വരുന്നവരെല്ലാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അനുഭവിക്കാതെ പോകാറില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ച് അത് കുടിച്ചതിന് ശേഷമേ ഇവരിവിടുന്ന് മടങ്ങാറുള്ളൂ. ഞങ്ങളും കുടിച്ചു. നല്ല അടിപൊളി ഡ്രിങ്കാണത്. ഇനി നമുക്ക് ഈ മ്യൂസിയത്തിനകത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഇതിൻ്റെ ഓണറെ, അതായത് മനോജ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഓണർ ഒരാൾ. അയാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു അതിമനോഹരമായൊരു തേനീച്ചനെ കാണാം. വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു തേനീച്ചയാണിത്. അത് വളരെ ഡെക്കറേറ്റ് ചെയ്താണ് അവർ നിർത്തിയിരിക്കുന്നത്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ചെടികളും ഒക്കെ നല്ല രീതിയിൽ അവർ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ അവിടുന്ന് അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഹണി പ്രോസസ്സിങ് ചെയ്യുന്നൊരു പ്ലാന്റിലേക്കാണ്. ആ പ്ലാന്റിലേക്ക് കയറുന്നതിൻ്റെ അവിടെയും നിൽപ്പുണ്ട് ഒരു തേനീച്ച നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട്. നമ്മൾ ആ തേനീച്ചേനെയും കണ്ട് നേരെ ഇതിൻ്റെ ഹണി പ്രോസസ്സിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറുകയാണ്. നമുക്കവിടെ മനോജേട്ടനുണ്ട്. നമുക്ക് മനോജേട്ടനെ പരിചയപ്പെടാം. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞങ്ങൾ വയനാട് ജില്ലയിൽ മൊത്തം 500 തേനീച്ച കർഷകരെ കൂട്ടിയൊരു വയനാട് ബീ കീപ്പിംഗ് ക്ലസ്റ്റർ എന്നൊരു ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഞങ്ങളൊരു ഹണി മ്യൂസിയം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങിയിട്ട് 6 മാസക്കാലത്തോളമായി. ഇത് തേൻ ചൂടാക്കുന്ന ഒരു മിഷനാണ്. ഹണി പ്രോസസ്സിങ്. തേൻ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ഈസ്റ്റ് നീക്കം ചെയ്യുക, 2 ജലാംശം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. 20% കൂടി ജലാംശം പാടില്ല. അവിടെ ഇതൊരു 3 ലെയർ ടാങ്കാണ്. 1000 കിലോ തേൻ ഇവിടെ ചൂടാക്കാൻ പറ്റും. ഒറ്റത്തവണ 1000 കിലോ തേനാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് നടുക്ക് വെള്ളമാണ്, ഹീറ്റർ കൊടുത്ത് ഈ ജലം ചൂടാക്കുകയാണ്. അപ്പോൾ നേരിട്ട് തേൻ ചൂടാക്കാതെ ഇതിനുള്ളിലുള്ള തേൻ ചൂടായി വരികയാണ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇതിനെ ഫിൽട്ടർ ചെയ്ത് നേരെ ഡിസ്ക് പ്ലാന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത തേനിൻ്റെ നിറവോ മണവോ ഗുണമോ ഒന്നും മാറാതെ ശരിയായ രീതിയിൽ തേൻ എങ്ങനെയാണോ തേനീച്ചക്കൂടിലുള്ളത് അതേ രീതിയിൽ തന്നെ തേൻ പ്രോസസ്സ് ചെയ്യുകയാണ്. ഒരു 50 ഡിഗ്രി താഴെ 45 ഡിഗ്രി ചൂടിൽ ചൂട് കാറ്റാണ് കൊടുക്കുന്നത്. ചൂട് കാറ്റ് കൊടുത്തുകൊണ്ട് ഇതിനെ തേൻ്റെ ജലാംശം നീക്കം ചെയ്യുകയാണ്, ഈസ്റ്റിനെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നല്ല ഗുണനിലവാരമുള്ള തേൻ ഇത്തരം പ്ലാന്റുകളിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അടുത്തായിട്ട് ഹണി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം നമുക്ക് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളിനിയും ഇതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്കിതിനുള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ ഒരു സ്റ്റാഫായ അൻസാറാണ്. നമുക്ക് അൻസാറിൻ്റെ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം വരുമ്പോൾ കാണുന്ന തേനീച്ചക്കൂടല്ലേ?
ഹായ്, എൻ്റെ പേര് അൻസാർ എന്നാണ്. ഇവിടെ ഈ തേനീച്ചകളും തേനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വരും. അപ്പോൾ ഇത് കാണുന്നത് ഐൻസ്റ്റീൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ തേനീച്ചകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 4 വർഷം മാത്രം ജീവിക്കാനാവുമെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പരാഗണം, പോളിനേഷൻ. അതൊരു 80 മുതൽ 90% നടത്തുന്നത് തേനീച്ചകളാണ്. അപ്പോൾ തേനീച്ചകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായി പോവാണ്. പിന്നെ നമുക്ക് ഭൂമിയിൽ ചെടികളും മരങ്ങളും ഒന്നും വളരൂല. സോ അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആണ്, കാൾ വോൺ ഫ്രിഷ്. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ തേനീച്ചകൾക്ക് നമ്മൾ മനുഷ്യന്മാരെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ തേൻ ശേഖരിക്കാനായിട്ട് ഇവർ ഗ്രൂപ്പായിട്ടാണ് പോവുക. ഓക്കെ, സോ ഈ ഗ്രൂപ്പിൽ ഒരു ലീഡർ ഉണ്ടാവും. ഈ ലീഡർ ബാക്കിയുള്ള തേനീച്ചകൾക്ക് എന്ത് സിഗ്നൽ കൊടുക്കുന്നോ ആ സിഗ്നൽ അനുസരിച്ചിട്ടായിരിക്കും ഈ ബാക്കിയുള്ള തേനീച്ചകൾ ഈ ലീഡർ തേനീച്ചനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് 2 ടൈപ്സ് ആണ്, റൗണ്ട് ഡാൻസ്, വാഗിൾ ഡാൻസ്, ഇങ്ങനെ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ലീഡർ ബി, ആ ഒരു ലീഡർ തേനീച്ച ഇതേപോലെ ഒരു റൗണ്ട് സർക്കിൾ ഷേപ്പിലാണ് പറഞ്ഞു കാണിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് 100 മീറ്ററിലധികം ദൂരം അവർക്ക് ഹണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യണമെന്നാണ്. ഓക്കെ, ചിലപ്പോൾ ഇതേപോലെ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഷേപ്പിൽ പറഞ്ഞു കാണിക്കും. ഇതിൻ്റെ മീനിങ് 100 മീറ്ററിന് മുമ്പായിട്ട് തന്നെ തേൻ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടെന്ന്. സോ ഇങ്ങനൊരു കാര്യം അവർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് കാൾ വോൺ ഫ്രിഷ്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് ശേഷം അദ്ദേഹത്തിന് നോബൽ പ്രൈസും കൂടെ കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കാണാം. ഇത് ഏകദേശം ഈ പൂമ്പാറ്റകള് അതേപോലെ തന്നെയാണ്, ബട്ടർഫ്ലൈസിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ ഓരോരോ ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ റാണി ഈച്ചയ്ക്ക് മാത്രമേ മുട്ടയിടാനുള്ള ഒരു കഴിവുള്ളൂ. അത് മാത്രമേ മുട്ടയിടുന്നുള്ളൂ തേനീച്ചക്കൂട്ടിൽ. ഓക്കെ, സോ ഈ റാണി ഈച്ച മുട്ടയിട്ട് അത് വിരിഞ്ഞ് ലാർവയായിട്ട്, ലാർവ വലുതായി പുഴുവായി പ്യൂപ്പയായി കംപ്ലീറ്റ്ലി ഒരു തേനീച്ചയായിട്ട് പുറത്തു വരാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 21 days ആണ്. ഓക്കെ, അപ്പോൾ ഈ 21ാമത്തെ ദിവസം ഇത് വിരിഞ്ഞും ഈ ഒരു ഷെല്ല് ഓപ്പൺ ചെയ്ത് ഈ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു തേനീച്ച എപ്പോഴും ആരായിരിക്കും? വർക്കർ ബീസ് ആയിരിക്കും. തേനീച്ചക്കൂടിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്, 3 ടൈപ്പ് ഈച്ചകളുണ്ട്, ഡ്രോൺ ബി, വർക്കർ ബി, ക്വീൻ ബി. അതിലൊന്ന് മാത്രമാണ് റാണി. ഓക്കെ, സോ ഈ റാണിക്ക് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വെറും 14 ദിവസം മാത്രമാണ്. 21ാമത്തെ ഈ ഒരു ഫ്രെയിമിലുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 21ാമത്തെ ദിവസം ഈ ഷെല്ല് ഓപ്പൺ ചെയ്ത് പുറത്തു വരുന്ന ആ ഒരു ഈച്ച അത് എപ്പോഴും ആരായിരിക്കും? വർക്കർ ബി ആയിരിക്കും. പിന്നെ ഇവിടെ തന്നെ ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ഡിഫറെന്റ്. ഈ ഒരു ഷെല്ല് ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഈച്ചയും ഇവിടെ ക്വീൻ ലേസ് എഗ്സ്, ഇത് മുട്ടയിടുന്ന ഈ ഒരു റാണിയും തമ്മിലുള്ള ഒരു ഡിഫറെന്റ്, അതായത് കളറിലും വലുപ്പത്തിലും ഒക്കെ എപ്പോഴും ഒരു റാണി എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവും. സോ ഈസി ആയിട്ട് തന്നെ ഇപ്പൊ ഇതേപോലുള്ള ഒരു തേനീച്ചക്കൂടിൻ്റെ അകത്ത് 4000 മുതൽ 5000 വരെ ഈച്ചകൾ കാണും. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഡിഫറെന്റ് കാരണം തന്നെ ഈസി ആയിട്ട്. ഇപ്പൊ നമ്മൾ 3 ടൈപ്പ് ഈച്ചകളെ പറ്റി പറഞ്ഞു, ക്വീൻ ബി, വർക്കർ ബി, ഡ്രോൺ ബി. ഇതിന് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഒരു ജോലിയും ഇല്ലാത്ത ഒരു കാറ്റഗറി ഡ്രോൺ ബി മാത്രമാണ്. ഫസ്റ്റ് ക്വീൻ ബി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ജോലി മുട്ടയിടുന്ന ജോലി മാത്രമാണ്. 1000 മുട്ടയാണ് റാണി ഡെയിലി ഇടുന്നത്. ഓക്കെ, സോ അടുത്തത് നെക്സ്റ്റ് വരികയാണെങ്കിൽ വർക്കർ ബിയും ജോലിക്കാരി ഈച്ചകൾ. എല്ലാ ജോലിയും മുട്ടയിടുന്ന ജോലി ഒഴിച്ചിട്ട് ബാക്കി കൂട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടോ, ഈ ഹണി കളക്ട് ചെയ്യാൻ പോണ ജോലി, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കോമ്പ് ബിൽഡ് ചെയ്യുന്നത്, പിന്നെ ഈ ചെറിയ ലാർവകൾ ഈച്ചയാവുന്നതിന് മുമ്പ് ലാർവ ആയിരിക്കുമല്ലോ, അവരെ ഫീഡ് ചെയ്യുന്ന ജോലി, പിന്നെ എനിമീസ് നിന്ന് കൂടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജോലി, അതായത് നമ്മളെ കടിക്കാനുള്ള ഒരു കഴിവ് വർക്കർ ബീസിന് മാത്രമായിരിക്കും. അവർക്ക് മാത്രമേ ആ സ്റ്റിങ് ഉള്ളൂ. ഓക്കെ, സോ വർക്കർ ബിയും ഫീമെയിലാണ്, ഈ പറഞ്ഞ റാണിയും ഫീമെയിലാണ്. അപ്പോൾ 90% ഒരു കൂട്ടിൻ്റെ അകത്ത് ഫീമെയിൽ ബീസ് ആയി. പിന്നെ ലാസ്റ്റ് വൺ ഡ്രോൺ ബി, അതായത് ആണീച്ചകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് വെറും 10% മാത്രമായിരിക്കും ഒരു കൂട്ടിൽ ഇവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഇവരെന്ന് വെച്ചാൽ ലേസി ബീസ് എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഇവർ കൂട് വിട്ട് പുറത്തെങ്ങോട്ടും പോകുന്നില്ല, കൂട്ടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഫുൾ ടൈം. ഇവർക്ക് നമ്മളെ കടിക്കാനുള്ള കഴിവും ഇല്ല. ഓക്കെ, പിന്നെ വർക്കർ ബി ആയിക്കോട്ടെ ഡ്രോൺ ബി ആയിക്കോട്ടെ ഇവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് 3 മാസമായിരിക്കും. പക്ഷെ റാണി ജീവിക്കുന്നത് 3 വർഷമാണ്. ഓക്കെ, ഇവർ ഈ ഡ്രോൺ ബി ആവട്ടെ വർക്കർ ബി ആവട്ടെ ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹണി, പിന്നെ വാട്ടർ, ഫ്ലവർ പൗഡർ, ഇങ്ങനെ നോർമൽ ഫുഡാണ്. പക്ഷെ റാണി കഴിക്കുന്നത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയൊരു ഫുഡാണ്. ആ ഒരു ഫുഡിൻ്റെ പേരാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് റാണി ഈ 3 വർഷം ജീവിക്കുന്നതും പിന്നെ ബാക്കിയുള്ള ഈച്ചകളെ കാണാനൊരു ഭംഗി കൂടുതലും. ഒക്കെ റാണി കഴിക്കുന്ന ഈ റോയൽ ജെല്ലി നമ്മൾ മനുഷ്യന്മാർ ഹണി കളക്ട് ചെയ്യുന്ന ടൈം ഫാമേഴ്സ് സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് യൂസ് ആക്കുന്നുണ്ട്.
റോയൽ ജെല്ലി യൂസ് ആക്കുന്നത് അധികം സെലിബ്രിറ്റീസും അറബികളും ഒക്കെയാണ്. ഇതാണ് നമ്മളെ ഇതിൻ്റെ ഒരു ഷൂട്ട് എന്ന് പറയുന്നത്. അതായത് തേനീച്ചകൾ റിലേറ്റഡ് ആയിട്ട് എന്ത് ജോലി ഉണ്ടെങ്കിലും നമ്മളെ ഫാമേഴ്സ് വെയർ ചെയ്യുന്ന ഒരു ഷൂട്ടാണിത്. നമ്മൾ ഹണി ഹണ്ടിങ്ങിന് പോകുന്ന ഫാമേഴ്സ് ധരിക്കുന്ന ഒരു ഷൂട്ടാണിത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ആപ്പിസ് ഡൊറസാറ്റ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി തേനീച്ചകൾ വളരെയധികം അപകടകാരികളാണ്. അപ്പോൾ അവരുടെ കൂട്ടിൽ നിന്നും ഹണി കളക്ട് ചെയ്യാൻ ഇത്തരം സ്യൂട്ടുകൾ ധരിച്ചിട്ടാണ് നമ്മളെ ഫാമേഴ്സ് ഹണി ഹണ്ടിങ്ങിനായിട്ട് പോവുക. ഇത് ധരിക്കാൻ എന്താ മെയിൻ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ മാത്രമല്ല, ഇപ്പം നമ്മളെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇപ്പോൾ ഒരു 60-50 തേനീച്ച കുത്തുകൾ സെയിം ടൈം കിട്ടിയെന്ന് വെച്ചോ, അത് ഈക്വൽ ടു സ്നേക്ക് ബൈറ്റ് എന്നാണ്. അതായത് അതൊരു പാമ്പ് വിഷയത്തിന് ഈക്വൽ, നമ്മൾ മരണപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷൂട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതിന് 2 ഫേസ് കവർ ചെയ്തിട്ട് 2 കോട്ടിങ് വരുന്നുണ്ട്. അതായത് കണ്ണിൽ ഒരു ബൈറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് കാഴ്ച ശക്തിയൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതിനായിട്ട് ധരിക്കുന്ന ഒരു ഷൂട്ടാണിത്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിങ് ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു കോട്ടിങ് തുളച്ചിട്ട് നമ്മളെ ഈ സ്കിന്നിലേക്ക് എത്തൂല, അത്രയ്ക്കും കട്ടിയുള്ളതാണ്. ഈ ഒരു എക്യുപ്മെന്റിന്റെ പേരാണ് സ്മോക്കർ. ഇത് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ കാണുന്ന ഇതിൻ്റെ അകത്താണ് നമ്മൾ ചാർക്കോളോ ചകിരോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തൊരു സ്മോക്ക് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൻ്റെ അകത്ത് ഫ്രെയിമിൽ നിന്നാണ് നമുക്ക് ഹണി കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ ഫ്രെയിം പിടിച്ചിട്ട് ആ ഫ്രെയിമിന് നേരെ ആ കോമ്പിന് നേരെ ഇങ്ങനെ പമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പുകയടിച്ചിട്ട് ഈ തേനീച്ചകൾ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് പാറിപ്പോകും. ആ ടൈം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹണി കളക്ട് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ സ്മോക്കർ എന്ന് പറയുന്നത്. അടുത്തത് ഹണി എക്സ്ട്രാക്ടർ. നമ്മൾ തേനീച്ചക്കൂട്ടിൻ്റെ അകത്ത് നിന്ന് എടുത്ത ഫ്രെയിം നമ്മൾ നേരെ ഈ ഹണി എക്സ്ട്രാക്ടറിൻ്റെ അടുത്ത് വെക്കുക. ഇതൊരു സ്മോൾ സൈസാണ്, കുറച്ചും കൂടെ വലിയ സൈസ് ഇതാണ്. സോ ഈ ഫ്രെയിം ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ കോമ്പിൻ്റെ അകത്ത് ഓരോ ഷെല്ലിലുള്ള ഹണി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ ഹണി എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത് കളക്ട് ചെയ്തതിനു ശേഷം ആ ഫ്രെയിം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പിന് ഡാമേജ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, അത് നമുക്ക് അതേപോലെ എടുത്ത് തിരിച്ച് തേനീച്ചക്കൂട്ടിൻ്റെ അകത്തേക്കും വെക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ഈ തേനീച്ചകൾക്ക് 2-3 വീക്സ് ആവശ്യമാണ്. നമ്മൾ ഇതൊരു ഡാമേജും വരുത്താതെ തിരിച്ച് തേനീച്ചക്കൂട്ടിൽ വെച്ചാൽ അടുത്ത ഹണി കളക്ഷൻ അവർക്ക് അത്രയും പെട്ടെന്നാവുകയും ചെയ്യും. ഇത് ചെറുതേനീച്ചന്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫ്രെയിമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ചെറുതേനീച്ചനെ കുറിച്ച് ഓൾറെഡി അറിയുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമൂല്യം കൂടിയ തേൻ ഏതാന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ, ചെറുതേൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെറുതേനീച്ചകളിൽ അവരുടെ റാണീൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത്തരം ഈച്ചകൾ നമ്മളെ വീടിന്റെ മതിലില് പിന്നെ ചുമരില് ഗേറ്റിലൊക്കെയാണ് കൂടുകൾ സ്ഥാപിക്കുക. പക്ഷെ ഇവർ കളക്ട് ചെയ്യുന്ന ഹണി എന്ന് പറയുന്നത് ഒരു 90% ഭയങ്കര ഔഷധ മൂല്യം കൂടിയ സസ്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ഇവർ ഹണി കളക്ട് ചെയ്യുക. ഈ തുമ്പ, തുളസി, നെല്ലി, പേര. സോ പക്ഷെ ഇതിന് 1 ഇയർ നമ്മൾ ഇതിന്റെ ബോക്സിന്റെ അകത്ത് നിന്ന് കളക്ട് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി തന്നെ വളരെ കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഡെയിലി സ്റ്റിംഗ്ലെസ് ബീ കഴിക്കുന്ന ആളുകൾക്ക് ഈ ഒരു 90% ക്യാൻസർ വരെ വരാൻ ചാൻസസ് ഇല്ല എന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ഒക്കെ മതിലുകളില് ഭിത്തികളിലൊക്കെ പിന്നെ പെരയുടെ തറയിലൊക്കെ ചെറുതേനുണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് വാട്ടർ ലെവലിൽ പൈപ്പ് ഇട്ട് കൊടുത്ത് പെട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 6 മാസം 1 കൊല്ലം കൊണ്ട് ഈ തറ പൊളിക്കാതെ തന്നെ തറയ്ക്കാതെ കേടും വരുത്താതെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ കലം നമ്മൾ മണ്ണ് വെച്ച് കലം പതിച്ചു കൊടുക്കും ഭിത്തിയിൽ. അപ്പോൾ ഈ കാലത്തേക്ക് ഇതിൻ്റെ റാണി മുട്ടയാണ്. ഇതൊക്കെ വിരിയാറായ മുട്ടകളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അതിൻ്റെ തേനീച്ചക്കൂട്ടിലെ തേനുകളാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ പൂമ്പൊടിയാണ്, ഇതിൻ്റെ മുട്ടകളാണ്. ഇത് വിരിയാറായ മുട്ടയാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ ഇളം മുട്ടകളാണ്. ഇങ്ങനെ പൂമ്പൊടി, തേന്, മുട്ട ഇങ്ങനെയായിരിക്കും അതിൻ്റെ കൂടിനുള്ള ഘടന. ഒരു റാണി ഉണ്ടാവും, ആനീച്ചകളുണ്ടാവും, പിന്നെ വർക്കർ ബീസും ഉണ്ടാവും. നമ്മളിവിടുത്തെ തേനീച്ചയുടെ ഹിസ്റ്ററികളും നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് അൻസാർ പറഞ്ഞു തന്നു. നമുക്കിനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഈ തേനീച്ചയുടെ തേൻ ഒരുപാട് വെറൈറ്റി തേനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തേനുകളൊക്കെ നമുക്കൊന്ന് കാണാം.
ഇതെന്താ? ഇത് ജിഞ്ചർ ഹണി, ഗാർലിക് ഹണി, പിന്നെ ആംല ഹണി. ഇതൊക്കെ ഇൻഫ്യൂസ് ചെയ്ത് തേനിൽ ഇൻഫ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട തേനുകളല്ലാണ്ട് ഒരുപാട് തേനുകൾ ഇവിടെ വേറെ ഉണ്ട്. ടോട്ടൽ ഒരു 10-15 തരത്തിലുള്ള തേനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റിങ്ങിന് ഒരു സെഷനുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് ബെനിഫിറ്റ്സ് എല്ലാം അറിഞ്ഞതിന് ശേഷം തേൻ മേടിക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ഇവിടെ വരുന്നവർക്കെല്ലാം തേൻ ടേസ്റ്റ് ചെയ്യാൻ, അതായത് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ഇവിടെ വരുന്ന മക്കളും എല്ലാവരും പലതരം വെറൈറ്റി തേനുകളും അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ചുരം കയറിയിട്ട് ലക്കിടി കഴിഞ്ഞ് തളിപ്പുഴ കഴിഞ്ഞ് പഴവൈത്തിരി ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്മുടെ വയനാട് ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തേൻ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് കൗണ്ടറിലായിട്ട് ഒരുപാട് പിന്നെ എന്താ പറയുക, കരകൗശല വസ്തുക്കളും മറ്റ് കളിക്കോപ്പുകളും മറ്റ് ഗൃഹോപകരണങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നിരനിരയായിട്ട് അവർ അടുക്കി വെച്ചിരിക്കുകയാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയുമോ. ഇതൊക്കെയാണ് ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രത്യേകതകൾ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹണി മ്യൂസിയമാണിത്. നമ്മൾ ചെല്ലുന്നവർക്കൊക്കെ വളരെ വിശദീകരിച്ച് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവിടെ തേൻ മാത്രമല്ല ഉള്ളത്, തേനിൻ്റെ ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കുന്ന പല ബാമുകൾ, പിന്നെ അതുപോലെ തന്നെ പല മെഡിസിൻ സാധനങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ തേനിൻ്റെ പല വെറൈറ്റി തേനുകളുണ്ട്. അത് എന്തൊക്കെ തേനാണുള്ളതെന്നുള്ള നമുക്ക് ഈ വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നത് കൊണ്ട്, ലെങ്തി ആയതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോ തേനുകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇവർ നമുക്ക് ഓരോരോ തേനിൻ്റെ പ്രത്യേകതകളും അത് എന്തൊക്കെ തേനാണ് എന്നെല്ലാം നമുക്ക് പരിചയപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെറിയൊരു കട കാണാം. അവിടെ നമുക്ക് വേണ്ടി അത്യാവശ്യം കഴിക്കാനും കുടിക്കാനുമുള്ള പിന്നെ ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അവിടുന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്പാ കാണാം. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഒരു പാലം, നമുക്ക് അവിടെ നിന്ന് പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും ഇരിക്കാൻ പറ്റുന്ന ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഇവിടെ നന്നായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് തേനുകളൊക്കെ മേടിച്ച് പോവുകയും ഇവിടുത്തെ കുട്ടികളുമായിട്ട് വന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യാം. അപ്പം ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ തേനുകളുടെ പല വെറൈറ്റികളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക.
ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.